അല്ല, അന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ പ്രതാപനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ മത്സരിക്കും തൃശ്ശൂർ, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ പ്രതാപന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പ്രതാപൻ പറഞ്ഞു ലീഡറുടെ തട്ടകത്തിൽ മുരളിയേട്ടൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും വ്യക്തിപരമായിട്ട് നമ്മളെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. ബി ജെ പി എതിർക്കാനുള്ള ഒരവസരവും ഞാൻ ഇന്നുവരെ പാഴാക്കിയിട്ടില്ല. അല്ല, സഹോദരി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഇനി ചർച്ച ചെയ്ത ആരെയും വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ? അല്ല ബി ജെ പി തീരുമാനിച്ചോട്ടെ, ആരെ ഇറക്കണം അവരല്ലേ തീരുമാനിക്കുക, ഞാനാണോ തീരുമാനിക്കുക? ബി ജെ പിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക, അതാണ് ലക്ഷ്യം. അവിടെ ജയിക്കുക, സീറ്റ് നിലനിർത്തുക, ബി ജെ പിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളുക. ഈ രണ്ടാണ് പ്രധാന ദൗത്യം. തീർച്ചയായും എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മറ്റ് പരിപാടികളിലേക്ക് കിടക്കുക. ഏതാ? ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു എൻട്രിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ചില പ്രസ്താവനകൾ ഒരു വിവാദമായി മാറുന്ന ഒരു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. താങ്കൾ അതിൽ എന്ത് പ്രതികരിക്കുന്നു എന്നൊക്കെ അവരൊന്ന് ചോദിച്ചിരുന്നു. ഇല്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് കോൺഗ്രസ് രമേശ് ചെന്നിത്തല എന്നെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും കെ കരുണാകരൻ്റെ വ്യക്തിത്വത്തിനെ ഒന്നും ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെ കരുണാകരൻ്റെ ചിത്രം സംഖ്യകൾ ഉപയോഗിക്കാൻ ഇടയാക്കിയത് അദ്ദേഹമല്ലല്ലോ. അതാരാണ് ഇടയാക്കിയതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു. നാളെ തന്നെ തൃശ്ശൂർക്ക് പോകും. തീർച്ചയായിട്ടും കാരണം ഞാൻ അങ്ങനെയാണല്ലോ അവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാലം സജീവമായിട്ട് എം പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. ആ ഒരു പൂർണ്ണ സംതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ ടേമിലെ എം പിമാർക്ക് എല്ലാവർക്കും ഉണ്ടായൊരു പ്രയാസം എന്ന് പറയുന്നത് 3.5 കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, കോവിഡൊക്കെ കാരണം. പക്ഷേ ആ സമയത്ത് പോലും നിയോജകമണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പലരും എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കണ്ടേ? അല്ല, നല്ല മിടുക്കനായിട്ട് ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. ഷാഫിക്ക് ആ ദൗത്യം 100% ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. ഏതായാലും ടീച്ചർക്ക് ഡൽഹിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല. ടീച്ചർക്ക് കൂപ്പൺ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരാം. എങ്ങനെ? തീർച്ചയായിട്ടും ഷാഫി ജയിച്ച് നല്ല കരുത്തനായിട്ടുള്ള എം പി ആയിട്ട് ലോക്സഭയിൽ ഉണ്ടാവണം. അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനവുമില്ല. ഷാഫി ജയിച്ചു കഴിഞ്ഞാലും പാലക്കാട് സീറ്റ് നിലനിർത്താനുള്ള സംഘടനാ ശക്തി കോൺഗ്രസിന് പാലക്കാടുണ്ട്, UDF നുണ്ട്. അല്ല, അതിനെ നേരിടാനൊന്നും ഇല്ലല്ലോ. പാർട്ടിയുടെ നയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കും. പിന്നെ മുന്നിൽ നിർത്തിയാൽ ബി ജെ പിക്ക് സുഖമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പോകാം. അപ്പോൾ എൻ്റെ ജോലി ഭാരം കുറയും.